ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മുടെ ഡിഡക്ഷൻസിൻ്റെ ബേസിസിൽ വരുന്നൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഇതിൽ വലിയൊരു പ്രോബ്ലം വരില്ല, എന്നാലും ഒരു 5-6 എണ്ണം വെച്ചിട്ട് നമ്മളോട് എന്താണ് ഇതെങ്ങനെ ഡിഡക്ഷൻ ചെയ്യാം എന്നുള്ളതാണ് ചോദ്യങ്ങളായിട്ട് വരിക. സോ കമ്പ്യൂട്ട് ദ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ അവൈലബിൾ അണ്ടർ സെക്ഷൻ 80C ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2024-25 എന്നുള്ളതാണ് ചോദ്യം. പ്രീമിയം പെയ്ഡ്, അതായത് ഇൻഷുറൻസ് പ്രീമിയം അടച്ചിട്ടുണ്ട് 12,000. പോളിസി എമൗണ്ട് 1,50,000 പോളിസി ടേക്കൺ ഓൺ 1 ജൂൺ 2012 ഓക്കെ. അപ്പോൾ ജൂണ് 2012, ഏപ്രിലിന് ശേഷം വന്നതാണ്. ദെൻ പ്രീമിയം പെയ്ഡ് ഓൺ ലൈഫ് പോളിസി ഓഫ് മേജർ സൺസ് ലൈഫാണ്, അതായത് മൈനർ സൺ അല്ല, മേജർ സണ്ണാണ്. 18 വയസ്സ് കഴിഞ്ഞ മകൻ്റെ വേണ്ടിയിട്ട് പ്രീമിയം അടച്ചിട്ടുണ്ട് 10,000 രൂപ. പോളിസി എമൗണ്ട് 80,000. പോളിസി എടുത്തിരിക്കുന്നത് ഓഗസ്റ്റ് 1, 2012. അടുത്തത് എന്താണ്? പ്രീമിയം പെയ്ഡ് 7,000. അത് സ്പൗസിൻ്റെ ലൈഫ് ഇൻഷുറൻസിനാണ്. പിന്നെ റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് 20,000 രൂപ അടച്ച്, അത് വേറൊരു കേസാണ്. പിന്നെ എന്താണ്? കോൺട്രിബ്യൂഷൻ ടു പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട്, അത് 10,000. പിന്നെ സബ്സ്ക്രിപ്ഷൻ ടു NSC, അത് 20,000. പിന്നെന്താണ്? അക്രൂഡ് ഇൻട്രസ്റ്റ് ഓൺ NSC 2,000 വന്നിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ ടു ULIP 50,000. പിന്നെ എന്താണ്? റീപേയ്മെൻറ്റ് ഓഫ് ഹൗസിംഗ് ലോൺ ടേക്കൺ ഫോർ HDFC ഫോർ പ്രിൻസിപ്പൽ 25,000. സബ്സ്ക്രിപ്ഷൻ ഓഫ് ഇക്വിറ്റി ഷെയർ ഓഫ് പബ്ലിക് കമ്പനി ഫോമിംഗ് പാർട്ട് ഓഫ് എലിജിബിൾ ക്യാപിറ്റൽ ഓഫ്, അവർ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് 10,000 രൂപേൻ്റെ. അപ്പോൾ ATCയിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ പോളിസി എമൗണ്ടിൻ്റെ 10% അല്ലെങ്കിൽ പ്രീമിയം പെയ്ഡോ വിച്ചവർ ഇസ് ലെസ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പോളിസി എമൗണ്ട് 1,50,000 ആണ്. അതിൻ്റെ 10% എന്ന് വെച്ചാൽ ഒരു 15,000 ആണ്. പ്രീമിയം അടച്ചിരിക്കുന്നത് എത്രയാണ്? 12,000 ആണ്. ഇതിലേതാ ചെറുത്? പോളിസി എമൗണ്ട് 10% അല്ലെങ്കിൽ പ്രീമിയം അടച്ച്. അപ്പോൾ ഇതിൻ്റെ 10% 1,50,000 ആണ്. ഇത് 12,000 ആണ്. ഏറ്റവും ചെറുത് ഏതാ? 12,000 ആണ്. അപ്പോൾ അത് നമ്മൾ എന്താണ്? പ്രീമിയം ആയിട്ട് എടുക്കുന്നു. ഇനി എന്താണ്? നമ്മുടെ മേജർ സണ്ണിൻ്റെ പ്രീമിയം, അതും നമുക്ക് കൂട്ടാവുന്നതാണ്. അപ്പോൾ അത് 80,000 ആണ് പോളിസി എമൗണ്ട്. അതിൻ്റെ 10% നോക്കുക, അടച്ച പ്രീമിയം നോക്കുക, ഏതാ ചെറുത്? 80,000ൻ്റെ 10% 8,000 ആണ്. പ്രീമിയം 10,000 ആണ്. അപ്പോൾ ചെറുത് 8,000 ആണ്. അതുകൊണ്ട് എന്താണ്? ഇവിടെ 8,000 എടുത്തിരിക്കുന്നു. ഇനി സ്പൗസിൻ്റെ ലൈഫിന് വേണ്ടി 7,000 രൂപ അടച്ചതാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് എന്താണ്? നമുക്ക് എടുക്കാമെന്നുള്ളതാണ്. പിന്നെ റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് 20,000 അടച്ചതെന്നാണ്, അത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാം. പിന്നെ എന്താണ്? പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് 10,000 അടച്ചതെന്നാണ്, കംപ്ലീറ്റ് ആയിട്ട് എടുക്കാം. പിന്നെ NSCക്ക് വേണ്ടിയിട്ട് 20,000 അടച്ചതെന്നാണ്, നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാം. പിന്നെ എന്താണ്? NSCയിൽ വന്ന ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ, NSCയിൽ വന്ന ഇൻട്രസ്റ്റും 2,000 എന്താണ് ഇവിടെ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ULIPക്ക് വന്ന കോൺട്രിബ്യൂഷൻ 50,000 നമുക്ക് എന്താണ്? അതെടുക്കാം. പിന്നെ ഹൗസിംഗ് ലോണ് 25,000 ഇതും എടുത്തു. പിന്നെ എന്താണ് ഇവിടെ പറഞ്ഞ ഈ 10,000 രൂപ എന്നാണ് എലിജിബിൾ സബ്സ്ക്രിപ്ഷൻ എന്താണ്? 10,000. അപ്പോൾ എല്ലാം കൂടി കൂടുന്നതായിട്ട് 1,64,000 വന്ന്. പക്ഷേ അത് എടുക്കാൻ പറ്റില്ല. ATC പ്രകാരം നമ്മൾ കണ്ട് 1,50,000 എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1,50,000 ATC വരിക. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ അടിസ്ഥാനം എന്താണ്? നമ്മളിതിന് മുമ്പ് കണ്ട ഈ ഓരോ എന്താണ് പോയിന്റുകൾ നോക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. 2 പ്രാവശ്യം ഒന്ന് കണക്ക് ചെയ്താൽ തന്നെ എന്താണ്? അത് ക്ലിയർ ആവുന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ബേസിലുള്ള കണക്ക് ഏകദേശം എന്താണ് ചോദിക്കുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഇല്ലസ്ട്രേഷൻ 2 ആണ്. രണ്ടാമത്തെ ഇല്ലസ്ട്രേഷനും കൂടി നമുക്ക് എന്താണ് ഇതിൻ്റെ ബേസിസിൽ നോക്കാം. ഒന്ന് ഗ്രോസ് ടോട്ടൽ ഇൻകം കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ A എന്താണ്? 5,50,000. അപ്പോൾ ഇദ്ദേഹം ഈ താഴെ പറഞ്ഞ പേയ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് 10,000 കൊടുത്തിട്ടുണ്ട്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഡൊണേഷൻ 20,000 കൊടുത്തിട്ടുണ്ട്. ഒരു നോട്ടിഫൈഡ് ടെമ്പിളിന് വേണ്ടിയിട്ട് ചെക്കായിട്ട് 10,000 കൊടുത്തിട്ടുണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ് 30,000 കൊടുത്തിട്ടുണ്ട്. ട്യൂഷൻ ഫീ ഫോർ 3 ചിൽഡ്രൻ, 2 കുട്ടിയൊക്കെ കിട്ടുള്ളൂ, 5,000 വെച്ചിട്ട് 15,000 കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രീമിയം 1,600 കൊടുത്തിട്ടുണ്ട്. ICICI ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ടിന് വേണ്ടിയിട്ട് 5,000. പിന്നെ പ്രൈം മിനിസ്റ്റർ ഡ്രൗട്ട് റിലീഫ് ഫണ്ട് 30,000 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം അവിടെ കൊടുത്തിരിക്കുന്നത് എത്രയാണ്? 5,50,000 ആണ്. അതിന് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U. 80Cയിലാണ് എന്ത് വരിക? ഈ അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട് വരിക 10,000. അപ്പോൾ അത് എന്താണ്? അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ 80Cയിൽ വരുന്ന ഐറ്റംസ് ഇത് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. 80Cയിൽ വരുന്ന ഐറ്റംസ് എന്താണ്? ട്യൂഷൻ ഫീ ഫോർ 2 ചിൽഡ്രൻ വരും, 2 കുട്ടികളുടെ ട്യൂഷൻ ഫീ. അപ്പോൾ അത് ഇവിടെ ഒരു കുട്ടിക്ക് 5,000 വെച്ചിട്ടാണ്. 3 കുട്ടിക്ക് കിട്ടില്ല, 2 കുട്ടിക്ക് കിട്ടുള്ളൂ. അപ്പോൾ 10,000 കിട്ടുള്ളൂ അതിൽ, അത് വരും. പിന്നെ ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രീമിയത്തിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. അത് എന്താണ്? 80C ആണ്, ഇൻഷുറൻസ് അല്ലേ. പിന്നെ എന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട് എന്താണ്? അതും 80C ആണ്. അപ്പോൾ ഇത് 3 കൂടി കൂട്ടുക, 10,000 ഈ 1,600 ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട്, അപ്പോൾ 16,600.
ഇനി 80Dയിൽ എന്തൊക്കെയാണ് വരുന്നത്? 80Dയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയമാണ് 80D. മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം 30,000 കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? അപ്പോൾ 80D നമുക്കറിയാം, നമ്മളിപ്പോൾ സീനിയർ സിറ്റിസൺ 50,000 മേലെ കിട്ടും, അല്ലാത്തവർക്ക് 25,000 കിട്ടുള്ളൂ. അപ്പോൾ 25,000 80Cയിൽ കിട്ടുള്ളൂ. ഇനി അടുത്തത് 80GGC ആണ്. അപ്പോൾ 80GGC ഡൊണേഷൻ പറയുന്നുണ്ട് ഇവിടെ. അത് എന്താണ്? പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇൻഡിവിജ്വൽ കൊടുക്കുന്ന ഡൊണേഷൻ 20,000 ആണ്. അത് എത്ര വേണമെങ്കിൽ കൊടുക്കാം. പിന്നെന്താണ്? 80G ആണ്. അത് ഇവിടെ കൊടുക്കുന്നത് 80Gൻ്റെ കണക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ PM ഡ്രൗട്ട് റിലീഫ് ഫണ്ട് അത് 50% കൊടുക്കാം. അതായത് ഈ 15,000-ൻ്റെ 50% ലിമിറ്റഡ് ഉള്ളതാണ്. ഇല്ല, നോൺ ലിമിറ്റ് ആണ്, പക്ഷേ 50% ഉള്ളൂ, 7,500. പിന്നെ അത് കഴിഞ്ഞിട്ട് ടെമ്പിളിന് കൊടുക്കുന്ന ഡൊണേഷൻ ഒന്നാണ്, അതും 50% വരിക. ക്വാളിഫയിങ് എമൗണ്ട് എന്നാണ് ഡൊണേഷൻ പെയ്ഡ്, അല്ലെങ്കിൽ 10% ഓഫ് GTI ഏതാണോ ചെറുത് എന്നുള്ളതാണ്. അപ്പോൾ ടെമ്പിളിന് കൊടുക്കുന്നത് 10,000 ആണ്. അപ്പോൾ അതിൻ്റെ എന്ത് നോക്കാന്ന് വെച്ചാൽ 50%, 5,000. ഓക്കെ. അപ്പോൾ ഇവിടെ പൊളിറ്റിക്കൽ പാർട്ടിക്കല്ല, നമ്മുടെ ഡ്രൗട്ട് റിലീഫിന് 30,000 കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഡ്രൗട്ട് റിലീഫിന് 30,000, അതിൻ്റെ 50% കിട്ടുള്ളൂ. അപ്പോൾ 15,000 ആണ്. ഇതിൻ്റെ 50% കിട്ടുള്ളൂ, അപ്പോൾ 5,000. അപ്പോൾ 15,000 ഇതിൻ്റെ പകുതി 15,000 ആണ്, ഇതിൻ്റെ പകുതി 5,000 ആണ്. രണ്ടും കൂടി ചേർത്താൽ എത്ര കിട്ടും? 20,000. അപ്പോൾ ഈ 50,000 ഇതൊക്കെ കുറയ്ക്കുക എന്നുള്ളതാണ്. ഈ 81,600 കുറയ്ക്കുക. 5,50,000 81,600 കുറയ്ക്കുക. അപ്പോൾ 5,50,000 81,600 കുറച്ചാൽ 4,68,400 ആണ് ടോട്ടൽ ഇൻകം വരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണക്കിൽ ഈ രണ്ട് കണക്കുകൾ നോക്കി വെച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് എന്താണ് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഇതിനപ്പുറത്തേക്ക് ചോദിക്കുക എന്നുള്ളതാണ്.